അവിടത്തെ തിരുവടി കാണാൻ പൊന്നും കുരിശുമുത്തപ്പോ മലയാറ്റും മലയും കയറി ജനകോടികളെത്തുന്നു. അവിടത്തെ തിരുവടി കാണാൻ പൊന്നും കുരിശുമുത്തപ്പോ, പൊന്നും കുരിശുമുത്തപ്പോ പൊന്മലകേറ്റം, പൊന്നും കുരിശുമുത്തപ്പോ പൊന്മലകേറ്റം. കേട്ടറിഞ്ഞു വിശ്വസിക്കാൻ സാധ്യമല്ലെന്നോതി നീ, ഒട്ടറിഞ്ഞു വിശ്വസിച്ചു സത്യവാദിയായി നീ, സത്യവാദിയായി നീ. കേട്ടറിഞ്ഞു വിശ്വസിക്കാൻ സാധ്യമല്ലെന്നോതി നീ, ഒട്ടറിഞ്ഞു വിശ്വസിച്ചു സത്യവാദിയായി നീ, സത്യവാദിയായി നീ. പൊന്നും കുരിശുമുത്തപ്പോ പൊന്മലകേറ്റം, പൊന്നും കുരിശുമുത്തപ്പോ പൊന്മലകേറ്റം. എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇസ്രായേലിക്ക് അപ്പം ഭക്ഷിച്ചതിന് ശേഷം മലയാറ്റൂരേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കാൽനടയായിട്ട് മലയാറ്റൂർ തീർത്ഥാടനത്തിന് പുറപ്പെടുന്നു എന്നുള്ളതാണ്. ഞാനതിനെ കാണുന്നൊരു പ്രത്യേകത ജീവിതം തന്നെ വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും ഊർജം പകരുന്ന ഒന്നാണ് തീക്ഷ്ണമായ വിശ്വാസം. അതിനെനിക്ക് നൽകുന്ന വിശ്വാസം മലയാറ്റൂരിലേക്കുള്ള എൻ്റെ യാത്ര എൻ്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ കരുത്ത് നൽകുന്നതിന് എനിക്ക് ഉപകാരപ്രദമാകുന്നു. ഇന്നേ ദിവസം ഈ സമയം ആരോഗ്യമുള്ളൊരു ശരീരം നടക്കാൻ കഴിയുന്ന നിലയിൽ ആകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കാരണം കൊണ്ടും ഈ ദിവസം മുടക്കമില്ലാതെ പോകാൻ കഴിയത്തക്ക തലത്തിൽ ആരോഗ്യപരമായി എന്നെ നിലനിർത്തുന്ന സർവശക്തനായ ഈശോ, ആ വിശ്വാസം, ആ തീക്ഷ്ണത, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒട്ടേറെ അനുഭവങ്ങളുണ്ട്, ഞാനതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ യാത്ര പുറപ്പെടുമ്പോൾ വരുന്ന ഒരു വർഷക്കാലത്തേക്ക് വീണ്ടും മലയാറ്റിലേക്ക് പോകാൻ താവാകുന്നത് വരെയുള്ള ഘട്ടം നമ്മുടെ നല്ല നിലയിൽ നിലനിർത്താൻ കഴിയത്തക്ക ഊർജ്ജ സമ്പാദനത്തിനുള്ള ഒരു വലിയ അവസരമായിട്ടാണ് ഇത് കാണുന്നത്. അവിടെ തന്നെ ഇസ്രായേലിന് ശേഷം ഇവിടുന്ന് യാത്ര പുറപ്പെടുമ്പോൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നെത്തിയിരിക്കുന്ന പ്രവർത്തകരുണ്ട്, എന്നോടൊപ്പം പ്രവർത്തിക്കുന്നവരുണ്ട്. അവരെല്ലാം ഒരുമിച്ച് ചേർന്നുള്ളത് പുറപ്പെടുന്നൊരു സ്ഥിതിയാണ്. ഏതാണ്ട് 39 വർഷമാണ് 4 പതിറ്റാണ്ടോട് അടുക്കുന്നത്. കഴിയുന്നത്ര കാലം പോകണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഞാൻ കരുതുന്നു. ഈ 39 വർഷം കാൽനടയായിട്ട് മലയാറ്റൂരിലേക്ക് ഇന്ന് നടന്നു പോയപ്പോഴും അങ്ങയുടെ ജീവിതത്തിലെ ഈ ജീവിതയാത്ര, ഈ തീർത്ഥാടന യാത്രയില് മറക്കാനാകാത്ത എന്തെങ്കിലും സംഭവങ്ങളോ അനുഭവങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? ധാരാളം അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, ഈ യാത്രയ്ക്ക് ഞാൻ ആദ്യം ശീലിച്ചല്ലോ, ഈ യാത്രയ്ക്ക് എന്നെ പാകപ്പെടുത്തുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കഴിഞ്ഞ ഒരു 7-8 വർഷങ്ങൾക്ക് പുറത്ത് ഞാൻ കൂത്താട്ടുകുളത്ത് വന്നു. രാത്രി ഒരു പത്രത്തിനോട് കൂടി ബസ്സിൽ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുക. അപ്പോൾ കൊട്ടാരക്കര വരെ ചെല്ലുമ്പോൾ 2-2.5 മണി സമയമായി. എല്ലാവരും ഇറങ്ങി ഒരു കട്ടൻ ചായ കുടിച്ചു, ഞാനൊരു കട്ടൻ ചായ കുടിച്ചു. വീണ്ടും വണ്ടിയിൽ കയറി. ആ വണ്ടിയെ യാത്രാ സമയത്ത് തട്ടത്തുമല വെച്ച് ആ വണ്ടി വേറൊരു വണ്ടിയായിട്ട് കുത്തിയിരിക്കുക. അപ്പം എല്ലാവരും തന്നെ മയക്കത്തിലാണ്. ഏതാണ്ട് 3-4 മണി സമയമാണല്ലോ. ഞാൻ എങ്ങനെയോ ഈ വണ്ടിയിൽ നിന്ന് തെറിച്ച് റോഡിൽ വീഴുന്നു. ഈ ഹൈഡ്രോളിക് ഡോർ ആയതുകൊണ്ടാകാം, പിന്നീട് ആഹാരത്തിൽ തുറന്നു. ഞാൻ ഈ റോഡിൽ തെറിച്ചു വീഴുന്നു. ഡോർ വീണ്ടും അടയുന്നു. നിലവിളി, ഒട്ടേറെ ശബ്ദം. ഞാനൊന്ന് ചാടി കയറ്റു. എനിക്കൊന്നും സംഭവിച്ചില്ല. ഞാൻ വരുമ്പോൾ MC റോഡല്ലേ, ധാരാളം വണ്ടികളെ പുറകിലും മുമ്പിലും ഒക്കെ ആയിട്ട് പറയുന്നു, രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. ഞാനും ആ കാര്യങ്ങളെല്ലാവരും സഹായിച്ചു. ഡോറ് തുറന്ന് ഡ്രൈവറെ പുറത്ത് കിടക്കുന്നതും അതോടൊപ്പം വന്ന യാത്രക്കാർക്കുള്ള പരിക്കുകൾ, അവരെ കൊണ്ടില്ല ഗോകുലം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ വേണ്ടി നേതൃത്വം. അതെല്ലാം കഴിഞ്ഞ് പുലർച്ചെ ഞാൻ അവിടുന്ന് തിരിച്ച് MLA പ്രദേശത്ത് വന്ന് 10 കൂടി എൻ്റെ യാത്ര തുടർന്നു. ഞാൻ പറയുന്നത് സാക്ഷിയാണ്. അന്ന് കഴിഞ്ഞ് 11-ാം ദിവസം മലയാറ്റിലേക്ക് നടക്കേണ്ട ഒരു വ്യക്തിയാണ് എന്നെ ദൈവം ഉള്ളകയെ സംരക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് തർക്കം പറയേണ്ടതില്ലല്ലോ. സാധാരണ ദിശയിൽ നിന്ന് ചവിട്ടുപിടിയിൽ നിന്ന് താഴെ വീണാൽ ഉണ്ടാകാവുന്ന സ്ഥിതിയാണ്. ഒരു വണ്ടി ആക്സിഡൻ്റായി അവിടെ തെറിച്ച് റോഡിലേക്ക് തെറിച്ചു വീഴുന്ന ഒരു വ്യക്തിയെ ഒരു പോറൽ പോലും ഇല്ലാതെ സംരക്ഷിച്ചു എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന തീർത്ഥാടനത്തിന് വേണ്ടി ഇത് ഒരുക്കുകയായിരുന്നു ഞാൻ മനസ്സിൽ വിചാരിക്കാൻ എന്നെ തിരിച്ച് ഒന്നും പറയാൻ കഴിയുന്ന സ്ഥിതിയോട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒട്ടേറെ അനുഭവമുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പാണോ അതിന് മുൻപത്തെ ആണോ എന്ന് എൻ്റെ മനസ്സിൽ പോയി. ഞാനിങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെല്ലാം പോയി. അന്ന് കർഷകരുടെ ദുഃഖവെള്ളി, ശനി, ഈസ്റ്റർ, തിങ്കൾ കഴിഞ്ഞ് ചൊവ്വാഴ്ച തെരഞ്ഞെടുപ്പാണ്. ഈ ഒരു ഘട്ടത്തിൽ മലയാറ്റിലേക്ക് ഈ വർഷം നടക്കേണ്ടതുണ്ടോ
എന്ന ഒരാശങ്ക എല്ലാവരിലും ഉദയം ചെയ്തു. എൻ്റെ കാലിൽ കുറച്ച് നീരൊക്കെ ഉണ്ട്. ഈ പ്രചരണ പരിപാടിയിലെല്ലാം പങ്കെടുത്ത് എത്തുന്ന ഒരു ഘട്ടമായതുകൊണ്ടും ഒക്കെ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. അടിവാരം മരിച്ചിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു ഇനി മലയിലേക്ക് പോകണം എന്നായി. മല കയറി താഴെ ഇറങ്ങി ഞങ്ങളുടെ പതിവുപടി ഞാൻ തൊടുപുഴ വന്ന റെസ്റ്റ് ഹൗസിൽ വിളിച്ച് ആക്രമണക്കായത്തിലെ പ്രോഗ്രാമിലേക്ക് ശനിയാഴ്ച പുറത്തു പോകും. അപ്പം എൻ്റെ കാലിൽ ഇങ്ങനെ കുത്തിയാൽ ഇങ്ങനെ കുഴിയായിരുന്നു. അങ്ങനെ നീരുണ്ടായിരുന്നു എൻ്റെ കാലിൽ. ഒരല്പം പോലും നീര് കാണാൻ കഴിയില്ല എന്നുള്ളത് അന്ന് സഹയാത്രികരായിട്ടുള്ള ആൾക്കാർക്കെല്ലാം കാണാൻ പ്രത്യക്ഷത്തിൽ തെളിവായി കൊടുത്തപ്പെട്ട സിറ്റുവേഷൻ നോക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ധാരാളം കാര്യം അറിഞ്ഞും അറിയാതെ സഹായം ഉണ്ടാവും. വിശ്വാസ തീക്ഷ്ണത എവിടെയുണ്ടോ അവിടെ വലിയ പരിരക്ഷയുണ്ടാവും. ആ പരിരക്ഷയിൽ ഉദാത്തമായി വിശ്വസിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രവർത്തനങ്ങളുണ്ട്. ഒരു മതേതര കാഴ്ചപ്പാടിൻ്റെ സാഹചര്യമാണ് വരുന്നത്. ദൈവത്തിൽ വിശ്വസിക്കുകയും ആ കാഴ്ചപ്പാട് ഉണർത്തുകയും ചെയ്യുന്നതിൽ ജാതി മത വർഗവർണ്ണ വ്യത്യാസം ആവശ്യമില്ല. മാനുഷിക സ്നേഹത്തിൻ്റെ വലിയ മുഖമാണെന്നൊരു ബോധ്യം ഹൃദയത്തിൽ ഉദയം ചെയ്യാൻ ഓരോ രക്ഷപ്പെടലിലും നമ്മുടെ പ്രവർത്തനങ്ങളെ ഉദ്ദീപിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനും പ്രവർത്തിക്കാനും സഹായിക്കണമെന്നുള്ള വലിയ സന്ദേശമാണ്. അതുകൊണ്ട് ഈ യാത്ര എന്നോടൊപ്പം യാത്ര ചെയ്യുന്നവരിലും അത്തരത്തിലുള്ള എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാർ ചിലപ്പോൾ ഉൾപ്പെടാറുണ്ട്. അവരവരുടെ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയാണ്. നമ്മുടെ സമൂഹത്തിൽ അത്തരം സാഹചര്യങ്ങൾ കൂടുതലായി വെളിപ്പെടുത്തേണ്ട ഘട്ടത്തിലൂടെയാണ് ഈ കാലഘട്ടത്തിൻ്റെ കടന്നു പോകുന്നത്. ഈ യാത്ര എനിക്ക് വലിയ സംതൃപ്തിയാണ്. അങ്ങയുടെ ഈ യാത്രയില് 39 വർഷം 39 വർഷവും അങ്ങ് ഈ തീർത്ഥാടന യാത്രയായിട്ട് പോകുമ്പോൾ അങ്ങ് പ്രധാനപ്പെട്ട ഈ ഓരോ യാത്രയിലും നിയോഗം എന്തായിരിക്കും പ്രധാനപ്പെട്ട? ഞാനത് പറഞ്ഞല്ലോ, പ്രത്യേകമായ നിയോഗങ്ങളിരിക്കില്ല. എനിക്കെൻ്റെ പറ്റുന്ന ഘട്ടത്തിലെ മലയിലേക്ക് പോകുമ്പോൾ എൻ്റെ നിയോഗങ്ങളും എൻ്റെ കാര്യങ്ങളിലും അവിടുന്ന് ഒരു ശക്തിയെ പ്രവർത്തിക്കുക. നമ്മളൊരു നിയോഗത്തിന് വേണ്ടി മാത്രമായിരിക്കേണ്ടതില്ല യാത്ര എന്നാണ് എൻ്റെ ഒരു വെളിപ്പെടുത്തൽ. ഇന്നത്തെ സമൂഹത്തിൽ ഞാൻ കാണുന്ന പ്രധാനപ്പെട്ട വിഷയം ഇപ്പോൾ ലഹരിക്കെതിരെ ഉണ്ടായിട്ടുള്ള പ്രശ്നം. എത്രമാത്രം കുടുംബങ്ങൾ, കുട്ടികൾ, ഒരു തലമുറ തന്നെ ഇല്ലായ്മപ്പെടുത്താൻ കഴിയുന്ന അതിതീവ്രമായിട്ടുള്ള ഏതോ ശക്തി പ്രവർത്തിക്കുക. അതെല്ലാം നമുക്ക് സമർപ്പിക്കാനായിട്ട് സാധിക്കും. ആത്മഹത്യ വിരൂപ എത്രയറിയുന്നത് കേൾക്കാൻ പോലും വിശ്വസിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. ഇപ്പം മാനുഷികമായിട്ടുള്ള ശക്തിയെ ദുർബലപ്പെടുത്തുന്ന തീരുമാനങ്ങൾ, മാനസികാരോഗ്യനില തകർന്ന ഒരു സമൂഹം, വിശ്വാസ തീക്ഷ്ണതയിൽ വരുന്ന കുറവ്, അതെല്ലാം അവിടെ ചേർത്ത് വായിക്കേണ്ടതാണ്. ഇങ്ങനെ ആത്മഹത്യകൾ നമ്മുടെ സമീപകാലത്തൊന്നും കേട്ടിട്ടില്ല. ആധുനിക ലോകത്തിലെ എല്ലാ സൗകര്യങ്ങളും പഠനത്തിനുള്ള സാഹചര്യവും വളർച്ചയും നേടുന്ന ഒരു ലോകത്താണ് ദുർബലരായ ആൾക്കാരിൽ ഇത്തരം കാര്യങ്ങൾ വളർന്നു വരുന്നത്. അത് നമുക്ക് എങ്ങനെ വിശ്വസിക്കാനായിട്ട് സാധിക്കും? ലഹരിയും ലഹരിയുടെ ഉപയോഗവും പഴയതുപോലെയാണ്. ഓരോ ദിവസം ചെല്ലുന്നതോറും വാർത്തകൾ നമ്മളെ തെറ്റിദ്ധരിക്കുന്നത്. അത് ഭരണവും ഭരണ സംവിധാനവും മാത്രം നിലനിർത്താവുന്നതല്ല. നല്ല അവയർനെസ്സിലൂടെ ശക്തി പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. കുട്ടികളെയാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെ വളർച്ചയുടെ ഘട്ടത്തിൽ താളം തെറ്റുന്ന സ്ഥിതി, എല്ലാവരും ഒന്നിച്ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതിയാണ് കേരളത്തിലുള്ളത്. അതിന് ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ല, എല്ലാവരുടെ സഹകരണം കിട്ടുന്നു. അത്തരം കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യമായി ഇപ്രാവശ്യത്തെ യാത്രയിൽ എനിക്കെൻ്റെ ചിന്തയിലുണ്ട്. അത് സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ചോദ്യം, അങ്ങ് ഏകദേശം ആദ്യത്തെ അങ്ങയുടെ യാത്ര 1985 ആ സമയത്ത് അങ്ങ് ഈ ശരിക്കും ഈ അവിചാരിതമായ അങ്ങനെ യാത്ര തുടങ്ങുകയായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ ദീർഘകാലം പോകണമെന്ന് ആഗ്രഹിക്കുന്നത് തോന്നിയായിരുന്നു. എൻ്റെ ഇടവകയുണ്ടെന്ന് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് അന്നത്തെ ചെറുപ്പക്കാർ കുറച്ച് പേര് മലയാറ്റിലേക്ക് പോകുന്ന ഒരു യാത്ര ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ആ യാത്രയുടെ ഭാഗമായി മാറുന്നു. അവർ 86, 87, 88, 89 തുടർച്ചയായിട്ട് എന്തെങ്കിലും ഞാൻ അതിൻ്റെ കൂടെ തന്നെ ജോലി ചെയ്യും. പക്ഷെ ഞാൻ ആ യാത്ര തുടർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. തലമുറകൾ മാറിയുള്ള കുട്ടികളായിട്ട് എൻ്റെ കൂടെ നടക്കുന്നത്. എന്നോടൊപ്പം ഉണ്ടായിരുന്ന അന്ന് നടന്നവരുടെ മക്കൾ എൻ്റെ കൂടെ നടക്കുന്നുണ്ട്. ഇങ്ങനെ തീവ്രമായിട്ടുള്ള ഒരു കാഴ്ച. അപ്പോൾ തീർച്ചയായിട്ടും അതെല്ലാം ഒരു വലിയ ഇഷ്ടമായിട്ടുള്ള ഒരു പൊതുജീവിതത്തിനും വിശ്വാസ ജീവിതത്തിനും വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. അന്നുണ്ടായിരുന്ന ഒട്ടേറെ ആൾക്കാർ ഇതിൻ്റെ ഭാഗമായി അവരുടെയൊക്കെ ഒരു വിശ്വാസമാണല്ലോ ഞങ്ങളെ ഈ പാതയിലേക്ക് എത്തിച്ചത്. കടന്നു പോകുന്ന വഴി ധാരാളം ആൾക്കാരെ കണ്ടുപോകും. വിവിധ സ്ഥലങ്ങളിൽ ഞങ്ങളുടെ സമയം ചെലവഴിക്കും. കുട്ടികളോട് കയറുകയും വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ നടന്നു പോകാറുണ്ട്. രോമാലി വെല്ലി നടക്കും. അപ്പോൾ അതൊക്കെ ഒരു വലിയ പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിശ്വാസം വേണം ഈ സമൂഹത്തിന് കൂടെ. മാതാവിനുള്ള വിശ്വാസമല്ല, മാതാവിൻ്റെ വിശ്വാസമാണ്. മാതാവ് അന്ധമായി യേശുവിനെ വിശ്വസിച്ചു, കർത്താവിന് അന്ധമായി വിശ്വസിച്ചു. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാൻ എന്ന് പറഞ്ഞ വാക്ക് അന്യോർത്ത വാക്കിയത് മാതാവാണ്. ഉദിതനായ യേശുവിനെ കണ്ടെത്തിയത് ഭക്തജനങ്ങൾ അപ്പസ്തോലികമാണെങ്കിൽ മാതാവ് കണ്ടെന്ന് ഒരു വേദപുസ്തകത്തിലും പറയുന്നില്ല. കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാൻ എന്ന് പറയുന്ന വാക്ക് അന്യോർത്ത വാക്യ മാതാവിൽ
നമ്മൾ ഏത് സംഘടന മുന്നോട്ടിച്ചാലും മറുപടി തരാൻ കഴിയും എന്നുള്ള ആ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് അത് ശരി കാര്യങ്ങളല്ല. അപ്പൊ ധീരമായ ആ കാഴ്ചപ്പാട് വളർത്തിയെടുക്കാൻ പരിശുദ്ധ ദേവമാതാവിലൂടെ യാത്ര ചെയ്യാൻ ക്രൂശിതനായ യേശുവിൻ്റെ പീഡാസഹനവും ചമ്മട്ടിയേറ്റ ശരീരവും ക്രൂശിലെ മരണവും ശവക്കല്ലറയിലെ അടക്കും എല്ലാം കണ്ടാണ് പരിശുദ്ധം. അതുകൊണ്ട് ആദ്യം അവസാനിച്ചു എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. പക്ഷേ അന്ധമായ വിശ്വാസത്തിന്റെ തീക്ഷ്ണതയിൽ അമ്മ മുന്നോട്ട് പോയി എന്നുള്ളത് സത്യവേദം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ വിശ്വാസ തീക്ഷ്ണതയിലാണ് എൻ്റെ മലയാളിക്കാറ്. ഇപ്പൊ ഇന്നത്തെ യാത്രയെക്കുറിച്ച് ചോദിക്കുകയാണ്. നമുക്ക് ഇന്നിപ്പോ ഇപ്പൊ ഏതാനും സമയത്തിനുള്ളിൽ യാത്ര തുടങ്ങുകയാണ്. ഇത് എന്നാണ്, എപ്പോഴാണ് അവിടെ ചെയ്യുന്നത്? സ്വാഭാവികമായിട്ട് ആദ്യഘട്ടത്തിലൊക്കെ പോകുമ്പോൾ വൈകുന്നേരം 7:30 പിന്നീട് വർഷം ചെല്ലുന്നതോടെ രാത്രി 12 മണിയൊക്കെയായി. ഇന്ന് പുലർച്ചെയാവുമെന്ന് തന്നെ സംശയമുണ്ട്. പിന്നെ കാലാവസ്ഥയിലുള്ള മാറ്റം മഴ ആരംഭിച്ചല്ലോ, ഇപ്പൊ നടക്കുന്ന പ്രശ്നം വരുന്നുണ്ടോ, എങ്കിലും പതുക്കെ പോകും. എങ്ങനെയായാലും ശനിയാഴ്ച വെളുപ്പിൽ കയറി ഇറങ്ങിയാൽ പിന്നെ റെസ്റ്റൊന്നും ആവശ്യമില്ല. ശനിയാഴ്ച എല്ലാ ജോലിയും ചെയ്യാൻ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇതാണ് ഇപ്പോഴത്തെ ഒരു ഷെഡ്യൂള്. പിന്നെ ഈ കാലാവസ്ഥയിലുള്ള മാറ്റങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഒരുപക്ഷെ ഉണ്ടാക്കാം. എങ്കിലും വയ്യ തരണം ചെയ്ത് കൊണ്ടുപോകും.